ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ റൂഫ് ടോപ്പ് ഗാർഡനിൽ തന്നെ ഉണ്ടായ സീഡ്സ് ആണ്, വാങ്ങിയ സീഡ്സ് അല്ല. ഒരു സീഡിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഷാർപ്പായിരിക്കുന്ന ഒരു പോർഷനും മറ്റേത് കുഴിഞ്ഞിരിക്കുന്ന ഒരു ഭാഗവും. ഈ കുഴിഞ്ഞിരിക്കുന്ന പോർഷൻ നമ്മൾ ഉരച്ചിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നത്. ഉരയ്ക്കുന്ന ഭാഗം എപ്പോഴും ശ്രദ്ധിക്കണം. ഉരയ്ക്കുന്ന ഭാഗം ഒരിക്കലും മാറിപ്പോകരുത്. കുഴിഞ്ഞിരിക്കുന്ന പോർഷൻ തന്നെ വേണം നമ്മൾ ഉരയ്ക്കാൻ വേണ്ടി. ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു സാൻഡ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഈ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഞാൻ ആ കുഴിഞ്ഞിരിക്കുന്ന ഭാഗം നന്നായിട്ട് ഉരച്ചെടുക്കുകയാണ്. നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ഉരയ്ക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിലെ ഒരു വൈറ്റ് കളർ കാണുന്നവരെ നമ്മൾ നന്നായി ഇത് ഉരച്ചെടുക്കണം. ഇതിനുവേണ്ടി നമുക്ക് സാൻഡ് പേപ്പർ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പം അതല്ല സാൻഡ് പേപ്പർ അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു റഫ് സർഫസ് എടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇതുപോലെ നന്നായി ഉരച്ചെടുത്താലും മതി. ഈ ഒരു വൈറ്റ് സർഫസ് കാണുന്നവരെയാണ് നമ്മൾ ഉരച്ചെടുക്കേണ്ടത്. ഈ ഒരു വൈറ്റ് കളർ വന്നാൽ പിന്നെ ഇനി ഉരക്കേണ്ട ആവശ്യമില്ല, അവിടെ വെച്ച് നമുക്ക് നിർത്താം. ഈ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ ലോട്ടസിന്റെ സീഡ് ഉരച്ചിട്ടാണ് പ്ലാന്റ് ചെയ്യുന്നത്. അതല്ലാതെ ഉരക്കാതെയും നമുക്ക്